ഫ്രണ്ട്സ്, വഴിയിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരായി പെറുക്കി പെറുക്കി കാറിലിട്ട് കൊണ്ടുപോകുന്നത് വേറെ എവിടേക്കല്ല ഗായ്സ്. അതേ ഇന്ന് എൻ്റെ കസിൻ ബ്രദറിൻ്റെ മാരേജ് ഫംഗ്ഷനാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് കല്യാണ ചക്കൻ്റെ വീട്ടിലോട്ടാണ്. ഞങ്ങൾ ശശിയായതല്ലാതെ വേറെ ഒന്നും നടന്നില്ല ഗായ്സ്. കാരണം അവിടെ ആരുമില്ല, എല്ലാവരും ഓഡിറ്റോറിയത്തെത്തി. എന്നാൽ പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തെത്താന്ന് വെച്ച് പോയി. അവിടെ എത്തുമ്പോൾ പിന്നെ ആദ്യം നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ടാണല്ലോ എല്ലാം തുടങ്ങി വെക്കുക. പോയപ്പോൾ ഉണ്ട് ചേച്ചിമാർ സർബത്ത് ഒഴിക്കണേ. എന്താ ചേച്ചി സർബത്തേ ഉള്ളൂ, മുന്തിരി ജ്യൂസൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ചേച്ചി തന്നെ ഒരു നോട്ടം. പിന്നെ കിട്ടിയത് ലാഭം എന്ന് വെച്ചാൽ അതും കുടിച്ചു ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ നമ്മുടെ ചെക്കനും പെണ്ണും ദേ എൻട്രിക്കായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവർ തോരണം നോക്കണ് ഗായ്സ്, തോരണം. അവസാനം ആ സാധനം കിട്ടി. പിന്നെ അതൊക്കെ ആയിട്ട് അവരങ്ങനെ എഴുന്നള്ളാണ്. എഴുന്നള്ളാന്ന് തന്നെയല്ലേ പറയുക. നിക്കാഹ് മുന്നേ കഴിഞ്ഞതുകൊണ്ടും നിക്കാഹ് കഴിഞ്ഞ് ഒരുപാട് ഗ്യാപ്പുള്ളതുകൊണ്ടും ഇവർ നല്ല കമ്പനിയായി. എന്ത് പറഞ്ഞിട്ടെന്താ, അവരൊന്ന് സ്റ്റേജിലിരിക്കാൻ ഈ ക്യാമറമാൻ സമ്മതിക്കണ്ടേ. ഒരു കല്യാണത്തിന് ആകെ 3 പേർക്കാണ് ഗൈസ് റോളുള്ളത്. ഒന്ന് ബ്രൈഡ്, ഒന്ന് ഗ്രൂം, പിന്നെ ക്യാമറമാൻ. ദാറ്റ് മീൻസ് നമ്മളൊക്കെ സൈഡ് പീസുകളാണ് എന്നർത്ഥം. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഗൈസ്. മാരേജിന് ആ ഗ്രൂമും ബ്രൈഡിനാണല്ലോ മെയിൻ റോളുള്ളത്. അങ്ങനെ അവർ സ്റ്റേജിൽ കയറിയപ്പോൾ പൂച്ചെണ്ട് കൊടുക്കുന്നു, പടക്കം പൊട്ടുന്നു, പൂക്കൾ വിരിയുന്നു. അങ്ങനെ അവരെ സമാധാനത്തിൽ സ്റ്റേജിലിരുത്തി ഞങ്ങൾ സൈഡായി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. പിന്നെ ഈ ഇരിക്കുന്നതും ചിരിക്കുന്നതും ഞങ്ങളുടെ കുടുംബത്തിലെ ദീപിക പതുക്കോൺ. ഗ്ലാമറായിട്ടില്ലേ ഗൈസ് കാണാൻ. ആരും പെണ്ണ് ചോദിക്കണ്ട, കുട്ടി 10ൽ പഠിക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചെക്കനും പെണ്ണും സ്റ്റേജിൽ സെറ്റായി. പിള്ളേർ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് അറബനയൊക്കെ കളിച്ച് അടിച്ച് പൊളിക്കുന്നുണ്ട്. അവർ പൊളിക്കട്ടല്ലേ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. നിങ്ങളാരും കാണാത്ത എൻ്റെ ഡാൻസ് കാത്തിരിക്കണേ ഗൈസ്. പറ്റിച്ചേ, എൻ്റെ ഡാൻസ് അല്ല, ചെക്കൻ്റെ പെണ്ണിൻ്റെ ഡാൻസാ. ഡാൻസൊക്കെ കളിച്ച് അവരാണ് ക്ഷീണിച്ചതെങ്കിലും നമ്മളാണ് ആദ്യം ഫുഡ് കഴിക്കുന്നത്. ഫുഡ് വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ല ഗൈസ്. പച്ചക്കുതിരിയിലെ ദിലീപിനെ പോലെ ഞാൻ ഫുഡേ പറഞ്ഞ് നടക്കുകയായിരുന്നു. അത്രയും വിശപ്പുണ്ടായിരുന്നു. അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ പെണ്ണിനെ വീട്ടിലോട്ട് കയറ്റുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ. അവരങ്ങനെ വന്ന് ചെക്കൻ്റെ ഉമ്മ അവളെ വീട്ടിൽ കയറ്റി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പെണ്ണ് കരയുന്ന രംഗമൊക്കെ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പാവല്ലേന്ന് വെച്ച് ഞാൻ എടുത്തില്ല. പിന്നെ പാലക്കാട് സൈഡിലൊക്കെ ഫസ്റ്റ് നൈറ്റ് പെണ്ണിൻ്റെ വീട്ടിലാണില്ലേ, പിന്നെ അതും കൂടി കാണിച്ചു തരായിരുന്നു. സോറി, ഫസ്റ്റ് നൈറ്റ് അല്ല, ബെഡ്റൂം ഒരുക്കുന്ന രംഗം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.